ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട 10 മാർക്കിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. MCQ മോഡലാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ആവറേജ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓവർ ലാസ്റ്റ് സെഞ്ചുറി? 0.8% ആണ് ലാസ്റ്റ് സെഞ്ചുറിയിൽ നമ്മളുടെ ആവറേജ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനിൽ വെച്ചിട്ടാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നത്. താഴെ പറയുന്നവയിൽ വാട്ടർ ബോൺ ഡിസീസ് ഏതാണ്? വെള്ളത്തിൽ കൂടി പകരുന്ന രോഗം കോളറ. HIV അഫക്ട് ചെയ്യുന്നത് ലിംബോസൈറ്റ്സിനെയാണ് HIV അഫക്ട് ചെയ്യുന്നത്. വിച്ച് ഗ്രൂപ്പ് ഓഫ് മോസ്കിറ്റോ ആർ ദ വെക്ടേഴ്സ് ഓഫ് മലേറിയ? മലേറിയ പകരാൻ കാരണമാകുന്ന കൊതുക് അനോഫിലസ് കൊതുകുകൾ ആണ് മലേറിയ പകരാൻ കാരണമാകുന്നത്. അടുത്ത ചോദ്യം: വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നാച്ചുറൽ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് കമ്പോസ്റ്റ് മാനുവർ എന്ന് പറയുന്ന പേരാണ് വെർമി കമ്പോസ്റ്റിംഗ്. പ്രൊഡ്യൂസിങ് കമ്പോസ്റ്റ് മാനുവർ. വാട്ടർ പൊല്യൂഷൻ കോസ്ഡ് ബൈ ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് ആണ് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ഓപ്ഷനകത്ത്. വാട്ട് ആർ ദ കെമിക്കൽ ദാറ്റ് ലീഡ്സ് ടു ആസിഡ് റെയിൻ? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും കൂടെ ചേർന്നിട്ടാണ് ആസിഡ് റെയിന് കാരണം ആകുന്നത്. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും. ആസിഡ് റെയിന് എന്ന് ബേണിംഗ് ഓഫ് ഫോസൽ ഫ്യൂവൽസ് മൂലം ആണ് ആസിഡ് റെയിന് വേറൊരു കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബേണിംഗ് ഓഫ് ഫോസൽ ഫ്യൂവൽസ്. ന്യൂക്ലിയർ ഡിസാസ്റ്റർ താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ചെർണോബിൽ, USSRൽ നടന്ന ചെർണോബിൽ ദുരന്തവും 3 മൈൽ ഇൻസിഡന്റും ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആണ്. മെഗാ സിറ്റിക്ക് ഉദാഹരണം മുംബൈ ആണ്. പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽസ് ട്യൂബക്ടോമി ആണ്. ട്യൂബക്ടോമി, പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഫോർ ഫീമെയിൽസ്. A ban on all types of polythene packing for the first time in India. ഹിമാചൽ പ്രദേശ് ആണ് പോളിത്തീൻ പാക്കിംഗ് ബാൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. കാർസിനോജൻ എന്ന് പറയുന്നത് ക്യാൻസർ കോസിംഗ് ഏജന്റ് ആണ് കാർസിനോജൻ എന്ന് പറയുന്നത്. GISന്റെ ഫുൾ ഫോം ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് GIS. GM ഫുഡ് എന്ന് പറഞ്ഞത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ആണ് GM ഫുഡ്. അടുത്തത് ബ്ലാക്ക് ലെങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മൈൻസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നതാണ് ബ്ലാക്ക് ലെങ് എന്ന് പറയുന്നത്. ഒക്യുപേഷണൽ ഹാസാർഡ് ടു ദ മൈനേഴ്സ്. ടെമ്പററി ത്രഷോൾഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ട് നമ്മളുടെ എക്സസീവ് ആയിട്ടുള്ള നോയിസ് മൂലം ഹിയറിംഗ് നഷ്ടപ്പെടുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ടെമ്പററി ത്രഷോൾഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബാഗേഴ്സ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ കെയിന്റെ വേസ്റ്റ് ആണ് ബാഗാസ് എന്ന് പറഞ്ഞത്. ആരുടേതാണ്? ഷുഗർ കെയിന്റെ വേസ്റ്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബാഗാസ് എന്ന് പറയുന്നത് ഷുഗർ കെയിന്റെ വേസ്റ്റ് ആണ്. പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ ഇയർ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത വർഷം 2007 വാട്ടർ ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ലോഗൻ ഡെവലപ്പ് ചെയ്തത് സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട സ്ലോഗൻ കോയിൻ ചെയ്ത വ്യക്തി. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ വെച്ച് പോവർട്ടി വാസ് ദ ഗ്രേറ്റസ്റ്റ് പൊള്യൂട്ടർ എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആണ് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്തത്. പോവർട്ടി വാസ് ദ ഗ്രേറ്റസ്റ്റ് പൊള്യൂട്ടർ ഇൻ ദ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഇൻ 1972. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഫോർമുലേറ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഏത് വന്യജീവിയുമായി ബന്ധപ്പെട്ട സംരക്ഷണ നിയമം ആരുടെ കാലത്താണ് ഉണ്ടായത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വിത്ത് ദ സൈനിങ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഇൻ 1987 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രകാരം ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ ദ യൂസ് ഓഫ് CFC chlorofluorocarbon was to be banned by the year 2000. അടുത്തത് വേൾഡ് എൻവയോൺമെന്റ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ മാർക്സ് ദ ആനിവേഴ്സറി ഓഫ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 ആനിവേഴ്സറി ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആചരിക്കുന്നത്. വേൾഡ് വാട്ടർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ മാർച്ച് മാസം 22 വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാർച്ച് മാസം 22
അടുത്തത് ഒരു സെക്കൻഡ്, മാർച്ച് മാസം 22. MOEF എന്ന് പറഞ്ഞിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ ഫുൾ ഫോം ആണ്, ഷോർട്ട് ഫോം ആണ് MOEF. സെഡിമെന്റേഷൻ, സെഡിമെന്ററി റോക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ പൊടിയുക, അതുകൊണ്ടാണ് നൺ ഓഫ് ദിസ്. റെയിൻ ഡ്യൂറിങ് നവംബർ ഈസ് മോർ അസിഡിക് ദാൻ മൺസൂൺ. അതായത് നമ്മൾക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്ന മഴ ഭയങ്കരമായിട്ട് അസിഡിക് ആയിരിക്കും ഇപ്പൊ ഉണ്ടാകുന്ന മൺസൂണിനേക്കാളും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. സൾഫർ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നവംബർ മാസത്തിൽ ഉണ്ടാകുന്ന മഴ മോർ അസിഡിക് ദാൻ മൺസൂൺ എന്ന് പറയുന്നത്. ഫോപ്പാൽ ട്രാജഡിയിൽ ഉണ്ടായിരിക്കുന്ന കെമിക്കൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഥൈൽ ഐസോസൈനേറ്റ്. ഏതാണ്? മീഥൈൽ ഐസോസൈനേറ്റ് ആണ് ഫോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ടത്. ഗംഗ ആക്ഷൻ പ്ലാൻ 1986 ഗംഗ ആക്ഷൻ പ്ലാൻ വരുന്നത്. വിച്ച് ഈസ് ദ what is the name of the action plan for sustainable development in the 21st century framed in the Rio Declaration on Environment and Development 1992? 1992 റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റില് ഏത് ഒരു ആക്ഷൻ പ്ലാൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്? അജണ്ട 21 എന്ന് പറഞ്ഞിരിക്കുന്ന സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് 21st സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. Then enrichment of water body by the nutrients like ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ ഈസ് കോൾഡ് യൂട്രോഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡി ബൈ ദ ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസിന്റെയും നൈട്രജന്റെയും ആധിക്യം മൂലം ആ ഒരു വാട്ടർ പോഷക സമൃദ്ധമാകുന്നതിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡി ബൈ ദ ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസും നൈട്രജനും. യൂട്രോഫിക്കേഷന് കാരണമാകുന്നത് ഫോസ്ഫറസും നൈട്രജനും ആണ്. Worst nuclear accident happened to date is occurred at ചെർണോബിൽ. 1986 ചെർണോബിൽ ദുരന്തം ആണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ആക്സിഡന്റ് എന്ന് പറയപ്പെടുന്നത്. ദ ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ എഗ്രിമെന്റ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ബൈ 5% 2012. അതായത് 2012 ആകുമ്പോഴത്തേക്കും 5% ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ബഹിർഗമനം കുറയ്ക്കണമെന്ന് ലീഗലി ഒപ്പിട്ട ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ 2012 ആകുമ്പോഴത്തേക്കും 5% ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ബഹിർഗമനം റെഡ്യൂസ് ചെയ്യണം എന്ന് ലീഗലി സൈൻ ചെയ്ത ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ക്രോപ്പ് റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്രോപ്പ് റൊട്ടേഷൻ. സാലിനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് സാൾട്ട് ഇൻ സോയിൽ, അതായത് മണ്ണിനകത്ത് സാൾട്ട് കൂടിക്കിടക്കുന്ന അതിന് പറയുന്ന പേരാണ് സാലിനൈസേഷൻ എന്നാണ് പറയുന്നത്. സാലിനൈസേഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് ഓയിൽ സ്ലിക്ക് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഓയിൽ സ്ലിക്ക്? അതായത് തിൻ ഫിലിം ഓഫ് ഓയിൽ ഇൻ സീ വാട്ടർ. കടൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു തിൻ ഫിലിം ഓഫ് ഓയിൽ, ഒരു നേർത്ത പാട പോലെ കിടക്കുന്ന ഒരു ഓയിലിന് പറയുന്ന പേരാണ് ഓയിൽ സ്ലിക്ക് എന്നാണ് അതിന് പറയുന്നത്. സിഗരറ്റ് സ്മോക്കിംഗ് മൂലം കാർബൺ മോണോക്സൈഡ് ആണ് എക്സ്പോസ് ചെയ്യുന്നത്. യൂറോ 2 എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ കണ്ടന്റ് ഇൻ ഫ്യുവലിൽ ലോവർ ചെയ്യാൻ വേണ്ടിയാണ്. ഫ്യുവലിനകത്തെ കാർബൺ കണ്ടന്റ് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂറോ 2 എന്ന് പറയുന്നത്. ഇപ്പൊ യൂറോ 2 സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു ലോവറിംഗ് കാർബൺ കണ്ടന്റ് ഇൻ ഫ്യുവൽ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് പെയ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർന്നിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് നമുക്ക് ഡെയിലി ടൈം ടേബിൾ കൊടുക്കും. എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. 7 PM to 8 PM വരെയാണ് വരുന്നത്. ദെൻ അതുകൂടാതെ ഓരോ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ കണ്ടന്റ്സ് ഒരു 3 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഡെയിലി ലൈവിന് ശേഷം കൃത്യമായിട്ട് പഠിക്കാനുണ്ടായിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് സാറ്റർഡേയും സൺഡേയും റിവിഷൻ ഉള്ള ടൈമും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് തരുന്നുണ്ട്. ബാക്കി മൺഡേ ടു ഫ്രൈഡേ
ഫ്രൈഡേ വരെ ക്ലാസ്സും ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ വരെ സ്റ്റഡി പ്ലാനും ഉണ്ടായിരിക്കും. അത്യാവശ്യം ഇൻക്ലൂഡ് 185 മാർക്കിന്റെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലാസ്റ്റ് സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്, ഒന്നും നടക്കത്തില്ല. ഒന്ന് അത്യാവശ്യം ഉഷാറായിട്ട് പഠിക്കാവുന്നിട്ടുണ്ട് എങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഭേദപ്പെട്ട ഒരു റാങ്കിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.